നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നുണ്ട്. അതായത് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലെ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട്, കുട്ടി പാല് കുടിക്കുന്നത് മതിയാവോ, അല്ലാതെ ആരും കാണുന്നില്ല എത്ര എമൗണ്ട് കുറച്ച് നേരം കുട്ടി സക്ക് ചെയ്യുന്നു, എത്ര എമൗണ്ട് പാല് പോകുന്നു, അമ്മയ്ക്ക് ചിലപ്പം പാലില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് പാല് തികയുന്നുണ്ടോ എന്നുള്ള അവസ്ഥ, വെള്ളം ദാഹിക്കില്ലേ കുട്ടിക്ക്, കരയുമ്പോൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമല്ലേ, യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ, അതൊരു ന്യൂ ബോൺ ബേബിക്ക്? ഒരു ന്യൂ ബോൺ ബേബി ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയിറ്റ് ഗെയിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് 6 months ബേബിക്ക് ബ്രസ്റ്റ് മിൽക്കിലുള്ള ന്യൂട്രീഷൻ തന്നെ മതി കറക്റ്റായിട്ട് വളരാൻ. അതിനുശേഷം കുഞ്ഞിന് അടുത്തതൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ അതുവരെ അറ്റ്ലീസ്റ്റ് അപ് ടു 5 to 6 months ബേബീസിന് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രം മതി. ബൈ എക്സ്ക്ലൂസീവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് മാത്രം, വിതൗട്ട് വാട്ടർ, വിതൗട്ട് കൗ മിൽക്ക്, വിതൗട്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ ടിൻ മിൽക്ക്, ഇതൊന്നും ആവശ്യമില്ല. മെഡിക്കേഷൻസ് പിന്നെ ആവശ്യം വരുമ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തനുസരിച്ച് കൊടുക്കാം. അത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ബാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഒരു കോളർ തന്നെ വിളിച്ചു, അതായത് ഒരു ന്യൂ ബോൺ ബേബിക്ക് അല്ലെങ്കിൽ 10 വയസ്സ് അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കരയുക, അല്ലെങ്കിൽ അത് ഉറങ്ങാതിരിക്കുക, ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്കംഫർട്ട് മതി പേരൻസ് പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, അതെ വളരെയധികം ടെൻസ്ഡ് ആവും. സാധാരണ കോമൺലി കുട്ടികൾക്ക് ആ ഒരു സമയത്ത് ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന ഒരു സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കോമൺ ആയിട്ട് വരാറുള്ളത്? ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്ന് ലാക്ടേഷൻ കറക്റ്റായിട്ട് നടത്തുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയ. ഇത് ഒരു അമ്മയ്ക്ക് സാധിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ പിന്നെ മോർ ദാൻ 95% ഓഫ് പ്രോബ്ലംസ് സോൾവ്ഡ് ആണ്. പിന്നെ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം കുഞ്ഞിന് പാല് മുകളിലോട്ട് വരുന്നതായിട്ട് കംപ്ലൈൻറ്റ് ഒത്തിരി മദേഴ്സ് പറയും, എന്ന് പറഞ്ഞാൽ റീഗർജിറ്റേഷൻ ഓർ വോമിറ്റിംഗ് പോലെ. അപ്പം യൂഷ്വൽ കോസ് ഫോർ വോമിറ്റിങ്ങും ഇത് തന്നെയാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞ് അതിൻ്റെ കൂടെ ഒത്തിരി വായു സ്വോളോ ചെയ്യുന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പം വായു പുറത്തോട്ട് വരുന്ന സമയത്ത് പാലും അതിൻ്റെ കൂടെ തന്നെ റീഗർജിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും കുഞ്ഞിനെ കറക്റ്റായിട്ട് പിടിക്കുന്നത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് ബ്രസ്റ്റിൻ്റെ അടുത്തോട്ട് പിടിച്ച് കൊടുക്കുന്നതാണ്. രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുഞ്ഞിനെ താഴോട്ട് കിടത്താതെ ഒരു കുറച്ച് നേരം നേരെ പിടിക്കുക, എന്ന് പറഞ്ഞാൽ തല മുകളിലോട്ടും ബട്ടക്സ് താഴോട്ടുമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചിട്ട് ബാക്കിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഏമ്പക്കം വിടും. അപ്പോൾ കുഞ്ഞ് അത് ഗ്യാസ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്ന ചാൻസസും കുറവാണ്. അപ്പോൾ ഇതൊരു കോമൺ പ്രോബ്ലമാണ്. രണ്ടാമത് വരുന്ന കുഞ്ഞിന് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആകുമ്പം ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ നോട്ടീസ് ചെയ്യും. അതും യൂഷ്വലി നോർമലാണ്. പക്ഷേ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ജോണ്ടിസ് കുഞ്ഞുങ്ങളെ ബ്രെയിൻ പോലും എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അലേർട്ടായിട്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ട് എത്രത്തോളം ജോണ്ടിസ് ഉണ്ടെന്ന് അസസ് ചെയ്യും. ചിലപ്പം ആൻഡ് മെനി സെൻറ്റേഴ്സ് നൗ റുട്ടീനായിട്ട് സീറം ബിലിറൂബിൻ എന്ന് പറഞ്ഞ ജോണ്ടിസിൻ്റെ അളവ് നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്തിട്ടാണ് വിടുകയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ ജോണ്ടിസ് എത്രത്തോളം കൂടും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആ ഇനീഷ്യൽ വാല്യൂ അനുസരിച്ച് ഞങ്ങൾ ബേബീസിനെ തിരിച്ച് ഫോളോ അപ്പിന് വിളിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇഫ് ദ മദർ ഈസ് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആൻഡ് ബേബി ഈസ് പോസിറ്റീവ്. അപ്പം എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഒ നെഗറ്റീവ് മദേഴ്സ് വിത്ത് പോസിറ്റീവ് ഗ്രൂപ്പുള്ള ബേബീസ്, ഇതൊരു ഹൈ റിസ്ക് സിറ്റുവേഷൻ ആണ്. രണ്ടാമത് ഒ പോസിറ്റീവ് മദേഴ്സ് വിത്ത് എ ഓർ ബി ബേബീസ്, ഇതും അടുത്ത റിസ്ക് ആണ്. അപ്പം അതല്ലാതെ ചില കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടാതെയോ അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് പ്രീടേം ബേബീസ്, ലോ ബർത്ത് വെയ്റ്റ് ഓർ പ്രീടേം നേരത്തെ പ്രസവിച്ച ബേബീസിനൊക്കെ ജോണ്ടിസിൻ്റെ റിസ്ക് ഹയറാണ്. അപ്പം ഡോക്ടേഴ്സിൻ്റെ ഫോളോ അപ്പ് അഡ്വൈസ് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 days കഴിച്ചിട്ടോ 3 days കഴിഞ്ഞിട്ടോ വന്ന് കാണിക്കാൻ പറഞ്ഞതാണെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഇഫ് നോട്ട് ബർത്ത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്ലോസ് ബൈ ഉള്ള ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വിളിച്ചില്ലെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കണ്ണും സ്കിന്നും ഒത്തിരി മഞ്ഞയായിട്ട് തോന്നുകയാണെങ്കിൽ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏർലി ആയിട്ട് പിക്കപ്പ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഫോട്ടോ തെറപ്പി എന്ന് പറഞ്ഞ് ബ്ലൂ ലൈറ്റിൻ്റെ അടിയിൽ കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ ജോണ്ടിസ് ലെവൽ കുറയും. പക്ഷേ ഒത്തിരി ലെവൽ കൂടി കഴിഞ്ഞിട്ട് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആവാം.
സോ ജോണ്ടിസ് ഇസ് another മേജർ ഇഷ്യൂ ഫോർ ബേബീസ്. നോർമലി എല്ലാ ബേബീസിനും ഉണ്ടാവും, അതിൻ്റെ ലെവൽ മാത്രം വേരി ചെയ്യും. ഓക്കെ മാം. സാധാരണഗതിയിൽ ഇപ്പോൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വരുന്നത് വളരെ സാധാരണ. ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ ഒരു ചുമ വരാം, പനി, ചുമ, അങ്ങനെയുള്ള കോമൺ ഇൻഫെക്ഷൻ ഒക്കെ വരാം. അപ്പോൾ ആ സമയത്ത് പല അമ്മമാർക്കും ഫീഡ് ചെയ്യാൻ പേടിയാണ്. അതായത് കുട്ടിക്ക് അടുത്ത് കിടത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് പല പനി പകരുമോ, അല്ലെങ്കിൽ ജലദോഷം പകരുമോ, അല്ലെങ്കിൽ ഇത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരുമോ എന്നൊക്കെയുള്ള തോന്നൽ സാധാരണമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു കോമൺലി കാണുന്ന ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫീഡ് ചെയ്യാമോ? ഇത് ഞാൻ 2 പാർട്സ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ അഭിലാഷ് ചോദിച്ച ക്വസ്റ്റ്യൻ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ മദറിൻ്റെ കംഫർട്ട് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മദറിന് പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് മദറിന് ആവശ്യമുള്ള മരുന്ന് സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് അനാൽജസിക് ഓർ അല്ലെങ്കിൽ ക്രോസിൻ, ഇങ്ങനെ പാരസെറ്റമോൾ, അങ്ങനെ കംഫർട്ടിനുള്ള മരുന്നുകൾ എടുക്കുന്നതിൽ ഒരു ഡേഞ്ചറും ഇല്ല. ബിക്കോസ് മദർ അൺകംഫർട്ടബിൾ ആണെങ്കിൽ ബേബിയും ഒരിക്കലും വെല്ലാവില്ല. The other half of the story is that മദറിന് എന്തെങ്കിലും ചെറുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മദേഴ്സ് തന്നെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും അതിനെ കമ്പാറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ആൻറ്റിബോഡീസ് തന്നെയും ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ ബേബിയിലോട്ട് പാസ് ഓൺ ചെയ്തോളും. എക്സെപ്റ്റ് മദറിന് ഒരുപാട് തുമ്മലും ചുമയൊക്കെ സിക്രീഷൻ മൂക്കിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന പോലെയാണെങ്കിൽ അത് തൊട്ടതിന് ശേഷം കൈ നല്ലോണം സോപ്പിട്ട് കഴുകിയിട്ട് കുഞ്ഞിനെ എടുക്കാം. പിന്നെ വളരെ സിവിയർ ഡ്രോപ്ലെറ്റ് വരുന്നതാണെങ്കിൽ ഒരു ഫേസ് മാസ്ക് ആ സമയത്ത് യൂസ് ചെയ്യാം. പക്ഷേ കുഞ്ഞിനെയും മദറിനെയും സിമ്പിൾ ഇൻഫെക്ഷൻസിന് സെപ്പറേറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. യു മസ്റ്റ് കണ്ടിന്യൂ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് മദറിനെയും ബേബിയെയും ഒരുമിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കണം. ഓക്കെ. സാധാരണഗതിയിൽ ഈ ന്യൂ ബോൺ ബേബി അതിനൊരിക്കലും സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാൻ അറിയില്ല. അപ്പോൾ അതിന് പാല് കുടിച്ച് തന്നെ മതിയായോ? അത് ചില സമയത്ത് കരയും. എന്താവശ്യത്തിനാണ് കരയുന്നതെന്ന് ഒരു പക്ഷേ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അപ്പോൾ എങ്ങനെയാണ് കുട്ടിക്ക് എത്ര സമയത്തിന്, ഒരു ന്യൂ ബോൺ ബേബി എത്ര സമയത്തിന് ഉൾപ്പെടുത്തി അതിന് ഫീഡ് ചെയ്യണം? അതുപോലെ തന്നെ കുട്ടിക്ക് പാല് മതിയായി എന്ന് എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ സിമ്പിൾ ആയിരിക്കും കുട്ടി കാണിക്കുക? അത് ഫസ്റ്റ് 1, 2, 3 ഡേയ്സിൽ മദറിനും ബേബിക്കും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് കാണും. അപ്പം ബേബി കരയുന്നത് എന്തിനാന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് റിഫ്ലെക്സസ് ബേബിയെ പാല് കുടിപ്പിക്കാൻ നോക്കും, വിച്ച് ഇസ് ഫൈൻ. അപ്പോൾ ഫസ്റ്റ് 1 or 2 days മേ ബി ടൈം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാം. കാരണം മദറിൻ്റെ സിക്രീഷൻ, മിൽക്ക് സിക്രീഷൻ ഫുള്ളി അങ്ങ് എസ്റ്റാബ്ലിഷ് ആയി വരാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 മണിക്കൂർ കൂടുന്തോറും, ഇല്ലെങ്കിൽ ചെറിയ ബേബി, ഒത്തിരി വെയിറ്റ് കുറഞ്ഞ ബേബി ആണെങ്കിൽ അതിനേക്കാളും ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരാം, എഴുന്നേൽപ്പിച്ചിട്ടും ഒത്തിരി നേരം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ വിടാതെ. പക്ഷേ വൺസ് ആ ബ്രസ്റ്റ് മിൽക്ക് സിക്രീഷനൊക്കെ കറക്റ്റായിട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ അങ്ങ് സമ്മതിക്കണം. അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. ഇപ്പം ഒരു അമ്മയ്ക്ക് എക്സാക്ട്ലി ബേബീസിന് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് അവർ കരയും. എപ്പോഴും കരയുന്നത് പാലിന് വേണ്ടിയാന്നുള്ള കാര്യവും സത്യമല്ല. അപ്പം ഒരു അരമണിക്കൂർ മുമ്പേ അമ്മ നന്നായിട്ട് പാല് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് അറിയെങ്കിൽ അടുത്ത തവണ കരയുന്നത് ചിലപ്പം ജസ്റ്റ് ഹോൾഡ് ചെയ്യാനായിരിക്കാം. കുഞ്ഞുങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരല്ല, അവർക്കും ഒത്തിരി നേരം വെറുതെ കിടത്തുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവരെ വെറുതെ കയ്യിൽ പിടിക്കാൻ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒന്ന് കൊഞ്ചിക്കാനൊക്കെ വേണ്ടിയിട്ടും പോലും കരയും. അല്ലെങ്കിൽ ഡയപ്പർ വെറ്റായിരിക്കാം, മോഷൻ പാസ് ചെയ്യുന്ന ആ ഫേസിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് സ്ലോലി മദറും കുഞ്ഞും കൂടെ വർക്കൗട്ട് ചെയ്തോളും അവരുടെ തന്നെ ഷെഡ്യൂൾ. അപ്പോൾ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ ചിലപ്പോൾ എഴുന്നേൽപ്പിച്ച് കൊടുക്കേണ്ട വരാം. ഓക്കെ മാം, നേരത്തെ മാം പറഞ്ഞു 6 months എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. 3 months എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാൻ പ്രഷറുള്ള സമയമാണ്. കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് അമ്മമാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിക്ക് ബാക്കിയുള്ള ആഹാരം കൊടുത്തിട്ട് ബ്രസ്റ്റ് ഫീഡ് നിർത്തിയിട്ട് ജോലിക്ക് പോകുക എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ഒരു 6 hours അല്ലെങ്കിൽ 8 hours ജോലിക്ക് പോകുന്ന ഒരു അമ്മ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യഥാർത്ഥത്തിൽ ഇപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് പുറത്തെടുത്ത് വച്ച് കൊടുക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ആവശ്യമുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി യെസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഡോക്ടേഴ്സും IT ഫീൽഡിലുള്ളതും എല്ലാവർക്കും ഒരു ടൈമിംഗ് ഇല്ലാത്ത ഫീൽഡാണ്. അപ്പം മോർണിംഗ് നൈറ്റ് ഇൻക്ലൂഡിങ് യുവർ മീഡിയ പീപ്പിൾ, ഐ അണ്ടർസ്റ്റാൻഡ്. സോ ഈ എല്ലാ ഫീൽഡിലും ഇപ്പം ഏത് സമയവും ജോലിക്ക് പോകാനുള്ള ഒരവസ്ഥയാണ്.
ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് വെക്കാം. ഡെഫിനറ്റ്ലി പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആണെന്ന് ഒരിക്കലും ആലോചിക്കേണ്ട കാര്യമില്ല. ബ്രസ്റ്റ് മിൽക്ക് പമ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മാനുവൽ എക്സ്പ്രഷൻ എന്ന് പറയും, ഇത് രണ്ടും ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം. ഒരു 4 to 6 hours. ഇൻ കേരള ഒത്തിരി ചൂടാവുന്ന സമയത്ത് മേ ബി 4 hours, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 6 hours വരെ ബ്രസ്റ്റ് മിൽക്കിന് കാര്യമായിട്ട് ഒരു ഡീജനറേഷനും നടക്കില്ല. അത് കൊടുക്കുകയും ചെയ്യാം കുട്ടിക്ക്. വളരെ നന്ദിയുണ്ട് മാമിൻ്റെ തിരക്കേറിയ സമയം കേരള പീപ്പിളിനോട് സഹകരിച്ചതിന്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.